അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റമളാൻ മാസത്തിലെ പവിത്രമായ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ദുബായിലൊക്കെ ഇന്നാണ് റമളാൻ 17, ഇന്ത്യയിലൊക്കെ നാളെയാണ്. ആ പരിശുദ്ധമായ ദിവസം അതിനെ അനുസ്മരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറയുകയും അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുകയും ചെയ്യുന്ന സദസ്സുകൾ ധാരാളം സംഘടിപ്പിക്കുന്ന സമയമാണ്. നമ്മുടെ നാടുകളിലൊക്കെ എല്ലാ പള്ളികളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് ദുആ സംഘടിപ്പിക്കാറുണ്ട്. അതൊക്കെ മഹാന്മാരെ കിതാബുകളിൽ പറഞ്ഞതുമാണ്. അതുപോലെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട്, മാംസം വിതരണം ചെയ്യാറുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചത് തന്നെയാണ്. അവിടുത്തെ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹായുടെ വഫാത്തിന് ശേഷം അവിടുന്ന് മദ്ഹ് പറയുകയും അതുപോലെ തന്നെ മാംസം ആടിനെ അറുത്തിട്ട് വിതരണം ചെയ്യുകയും ചെയ്തതൊക്കെ കിതാബുകളിൽ രേഖയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദ്ഹ് പറയാൻ വേണ്ടി സ്വഹാബത്തിനെ ഏൽപ്പിച്ചതും പാട്ടുപാടാൻ വേണ്ടി ഏൽപ്പിച്ചതും പുറത്ത് നാടുകളിൽ പോകാൻ വേണ്ടി പറഞ്ഞതും ഒക്കെ നമ്മുടെ മുമ്പിൽ രേഖയുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും എന്ന് ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? അതിന് കിതാബുകളിൽ വല്ല തെളിവുകളുമുണ്ടോ? ഇത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾക്കുള്ള തെളിവല്ല. നമ്മുടെ മഹാന്മാരായ ഇമാമിങ്ങൾ കിതാബുകളിൽ എന്താണോ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് തെളിവാണ്. വെറും ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നും ചോദിച്ച് നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മുടെ നിസ്കാരം പോലും നേരാമണ്ണം നിസ്കരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഖുർആനില് വഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ളുഹ്ർ നിസ്കരിക്കുക, അസ്ർ നിസ്കരിക്കുക, ഇത്ര റക്അത്ത് നിസ്കരിക്കുക എന്നൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ പഠിപ്പിച്ചതാരാ? തഫ്സീറിന്റെ ഇമാമിങ്ങളാണ്, ഹദീസിലൂടെ നബിതങ്ങളാണ്, അവിടുത്തെ താബിഈങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രവർത്തനങ്ങൾ കണ്ടുവന്ന താബിഈങ്ങളും അതുപോലെ തന്നെ സ്വഹാബത്തുമാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് രേഖയാണ്. അതൊന്നും അംഗീകരിക്കാത്ത ആളുകളോട് ഒന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് ദുആ ചെയ്താൽ നിശ്ചയമായും അല്ലാഹു തആല സ്വീകരിക്കും എന്ന് തെളിയിക്കുന്ന ചില രേഖകൾ നമ്മുടെ കിതാബുകളിലുണ്ട്. ആരാ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊന്ന് നോക്കിയാലോ. ബഹുമാനപ്പെട്ട ഇമാം ഹലബി റളിയല്ലാഹു അൻഹു അവിടുത്തെ സീറത്തുൽ ഹലബിയ എന്ന് പറയുന്ന കിതാബില് ഇമാം ദവാനി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഗസ്വത്ത് ബദ്റുൽ കുബ്ര എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലൂടെ ഒരുപാട് വിഷയം വിശദീകരിക്കുന്നുണ്ട്. ഇനി അതിന്റെ പേജോ നമ്പറും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 2-ാം വാള്യത്തിൽ 171-ാമത്തെ പേജിലാണെന്ന് പറയുന്നുള്ളത്. എന്താ പറയുന്നുള്ളത്? അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹദീസി അന്ന ദുആ ഇൻദ ദിക്രിഹിം, അതായത് അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹദീസി, ഹദീസിന്റെ മശായിഖന്മാരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇമാം ദവാനി റളിയല്ലാഹു അൻഹു പറയുന്നതിനെ ഇമാം ഹലബി റളിയല്ലാഹു അൻഹു എടുത്തു പറയാണ്. ഇമാം ദവാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഏതാ? ഹദീസിന്റെ പണ്ഡിതന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുള്ളത്? അന്ന ദുആ ഇൻദ ദിക്രിഹിം, ആ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ദുആ മുസ്തജാബുൻ, അത് ഉത്തരം കിട്ടുന്നതാണ്. ആരാ പറഞ്ഞത്? ദവാനി റളിയല്ലാഹു അൻഹു. ആരാ റിപ്പോർട്ട് ചെയ്തത്? ഇമാം ഹലബി റളിയല്ലാഹു അൻഹു സീറത്തുൽ ഹലബിയയിൽ. ഇങ്ങനെ വേറെയും ഒരുപാട് കിതാബുകളിൽ കാണാം. അപ്പോൾ നമ്മുടെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ പാത, അള്ളാഹുവിന്റെ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ തവസ്സുൽ ചെയ്യുമ്പോൾ അതിനൊക്കെ പ്രത്യേകം ഒരു ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞാനിവിടെ പറയാൻ പോകുന്നില്ല. കിതാബുകളിൽ തെളിവുള്ളത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കിതാബുകളിൽ തെളിവുണ്ട്, അത്രമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു തആല നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരട്ടെ. ആ ബദരീകളുടെ പൊരുത്തം കിട്ടുന്ന ആളുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.